അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ താഴെ തന്നെ ഒരു കുഞ്ഞു ഗണപതി അമ്പലമുണ്ട്. അപ്പോൾ അവിടെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചിട്ട് രാവിലെയും വൈകിട്ടായിട്ട് പൂജകൾ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് രാവിലെ പങ്കെടുക്കാൻ പറ്റിയില്ല, വൈകിട്ട് ഞാൻ പോയി പങ്കെടുത്തായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് രാവിലെ നല്ല രീതിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ പൂജയിൽ പങ്കെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. രാവിലെ 7 മണിക്കായിരുന്നു കേട്ടോ പൂജ തുടങ്ങിയത്. നല്ലോണം പ്രാർത്ഥിക്കാൻ പറ്റി. ഒരുപാട് നേരം ഉണ്ടായിരുന്നു പൂജ. പക്ഷെ എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ പൂജ നടക്കുന്ന സമയത്ത് ഇവർ നമുക്ക് ധാന്യങ്ങളും ശർക്കരയൊക്കെ തരും. അതൊക്കെ ഇവർ പറയുമ്പോൾ നമ്മളത് പ്രാർത്ഥിച്ച് ഈ ഹോമകുണ്ടത്തിലോട്ട് ഇടണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കാരണം എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു രാവിലത്തെ വിശേഷങ്ങൾ. പൂജ കഴിഞ്ഞത് ഉടനെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ട് നമുക്ക് ഇതൊക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. അതിന് ശേഷം ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കാണ് ഇനി ബാക്കി പൂജ. വൈകിട്ടാണ് ബാക്കി പൂജ വരുന്നത്. അപ്പോൾ ഭജനയുണ്ട്, പൂജയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വരാം. ഹലോ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈവനിങ് ഗണപതി പൂജയുണ്ട്. പക്ഷെ തുടങ്ങിയിട്ടില്ല കേട്ടോ. 6 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞ്, പക്ഷെ 6 മണിയായിട്ടും തുടങ്ങിയിട്ടില്ല. കുറച്ച് ലേറ്റ് ആവും തോന്നുന്നു. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ. ഒരു സിമ്പിൾ സാരി. അപ്പം ഞാൻ മൂടി വന്നിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ റെഡിയായി. താഴെ തുടങ്ങിയിട്ട് വേണം, താഴെ പൂജ തുടങ്ങിയിട്ട് വേണം എനിക്ക് പോവാൻ. അതിനുശേഷം വേണം വീഡിയോസ് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഭജനയാണെന്നാ പറഞ്ഞ, വൈകിട്ട് ഭജനയാണെന്നാ പറഞ്ഞ. അങ്ങനെ പിന്നെന്താ, അപ്പം എന്നാൽ നമുക്ക് താഴെ പോയിട്ട് കാണാം അല്ലേ. ഭജന തുടങ്ങിയായിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. എന്താണെന്നുള്ളത് മാത്രമേ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളൂ. പിന്നെ കൂടാതെ പൂജയുണ്ടായിരുന്നു. അത് കഴിഞ്ഞതും പിന്നെ നമ്മുടെ അവിടെ തന്നെ കുഞ്ഞ് ഗണപതി ഉണ്ട്. ഗണപതി എടുത്തിട്ട് നമ്മൾ ഊർവലം വയ്ക്കും. അപ്പാർട്ട്മെൻറ്റ് ഫുള്ളും ഒരു വലം വയ്ക്കും. അതോടുകൂടി വൈകിട്ടുള്ള പൂജ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, എല്ലാം മറന്നു. ഹലോ, അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടെത്തി. പക്ഷേ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ ഞാൻ എടുക്കാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ പിന്നെ ആലോചിച്ചു, അയ്യോ അത് എടുത്തില്ലല്ലോ എന്നുള്ളത്. അതുപോലെ ഭയങ്കര ടയേർഡായിരുന്നു. അതിലാണ് ഞാൻ മറന്നുപോയി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റി, നല്ല രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വേറൊരു വ്ളോഗിൽ വേറൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നത് വരെ ബായ്.